നമസ്കാരം. ഇനിയുള്ള കളികൾ ആഫ്രിക്കയിലാണ്. ചൈനയെ ചുരുട്ടിക്കൂട്ടുക, ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് ഒരു അവസാനമുണ്ടാക്കുക, ചൈനയുടെ കൊള്ളയടി അവസാനിപ്പിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വിഭവങ്ങൾ ശാപമായി തീർന്ന ഒരു മേഖലയാണ് ആഫ്രിക്കൻ മേഖല. ആദ്യകാലങ്ങളിൽ യൂറോപ്പും പിന്നീട് അമേരിക്കയും റഷ്യയും കുറച്ചു കാലം മുന്നേ ചൈനയുമായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സ്. അവിടേക്കാണ് ഇന്ത്യയും ഇസ്രായേലും UAEയും എത്തുന്നത്. എത്യോപ്യ ഇതിനോടൊപ്പം ചേരുകയും ചെയ്യുന്നു. ആഫ്രിക്കൻ രാജ്യമെന്ന നിലയിൽ എത്യോപ്യയും ഇതിനോടൊപ്പം ചേരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ സമുദ്രപാതകളിൽ ഒന്നിലെ രാഷ്ട്രീയ സമവാക്യത്തെയാണ് ഇത് മാറ്റിമറിച്ചിരിക്കുന്നത്. ഹർഗീസിയ വളരെ കാലമായി കാത്തിരുന്ന ഒരു കാര്യമാണിത്. സൊമാലിയുടെ തലസ്ഥാനമാണ് ഹർഗീസിയ. ചൈനയുടെ ഈ മേഖലയിൽ നടത്തുന്ന കൊള്ള എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ഓരോ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ആഫ്രിക്കൻ മേഖലകളിൽ കടം കൊടുത്തുകൊണ്ട് അവരെ പാട്ടിലാക്കിയ ശേഷം ആ ഭാഗത്തെ തുറമുഖങ്ങൾ കൈയാളുക, ആ രാജ്യം ചൈനയുടെ ഉത്പന്നങ്ങളുടെ ഒരു ഡംപിംഗ് യാർഡാക്കി മാറ്റുക, അവിടെ അവരുടെ ഉത്പന്നങ്ങൾ കുമിഞ്ഞു കൂട്ടുക, ഇതായിരുന്നു ചൈനയുടെ ഒരു പദ്ധതി. ജിബൂട്ടിയെ അവർ ഈ രീതിയിലാണ് വലയം ചെയ്തിരിക്കുന്നത്. അവിടേക്കാണ് ഇന്ത്യയും ഇസ്രായേലും UAEയും എത്തുന്നത്. ഇത് ആഡിസ് അബാബയ്ക്കും വലിയൊരു കരുത്താണ്. കാരണം എത്യോപ്യയും ഇവർക്കൊപ്പമുണ്ട്. അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിനോടൊപ്പം കൂടിയതോടെ സൊമാലിയൻ പ്രോജക്റ്റിലേക്ക് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ അതൊരു സാമ്പത്തിക ഇടനാഴിയാണെങ്കിലും ഉടനെ തന്നെ അതൊരു സൈനിക മേഖലയായി തന്നെ മാറും. ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ സൈനിക താവളങ്ങൾ ആ മേഖലയിൽ വരും. ഇത് മുൻകൂട്ടി തന്നെ വലിയൊരു ഞെട്ടലാണ് ചൈനയ്ക്കും തുർക്കിക്കും സൗദിക്കും ഈജിപ്തിനും ഉണ്ടാക്കിയിരിക്കുന്നത്. ചൈനയെ ഒപ്പം കൂട്ടി ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ ആഫ്രിക്കയെ കൊള്ളയടിക്കാൻ പദ്ധതിയിട്ടിരുന്നു ഈ രാജ്യങ്ങൾ. ഇവർക്ക് വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയുടെ മഹാസാഗർ പ്രോജക്റ്റ്. ഈ മേഖലയിൽ ഇന്ത്യ രാജാവാകും എന്ന് ഉറപ്പാണ്. ഇന്ത്യ കടൽ പിടിക്കും എന്നുറപ്പാണ്. കാരണം കടലാണ് വിഭവങ്ങളുടെയും സാമ്പത്തിക കൈമാറ്റത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ. കാലങ്ങളായി ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ തുടരുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയത് മുതൽ ഇന്നോളം ആഫ്രിക്കയെ കൃത്യമായ രീതിയിൽ അവരുടെ വിവിധ പദ്ധതികളിലൂടെ ഇന്ത്യയോടൊപ്പം അടുപ്പിക്കുന്നത്. ആദ്യം ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ മൗറീഷ്യസുമായി ഇന്ത്യ ഒരു സൗഹൃദം സ്ഥാപിച്ചു. കോംപ്രിഹെൻസീവ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രിഫറൻഷ്യൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൗത്ത് ആഫ്രിക്കൻ കസ്റ്റംസ് യൂണിയനുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാനോ, ലെസോത്തോ, സ്വാസിയാലാൻഡ്, നമീബിയ എന്നീ രാജ്യങ്ങളും പങ്കാളിയാണ്. അങ്ങനെ ഈ രാജ്യങ്ങളൊക്കെയുമായി ഇന്ത്യ വളരെ നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത്. ഇസ്രായേൽ, ഇന്ത്യ, UAE, എത്യോപ്യ എന്നിവയുടെ സംയുക്തമായ വിന്യാസവും ഇനി ഈ മേഖലയിൽ ഉണ്ടാകും. കിഴക്കൻ ആഫ്രിക്കയിലെ ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായിട്ട് മറ്റൊരു പാത അവിടെ ഒരുങ്ങും. ഗൾഫ് ഓഫ് ഏദനിലും ബാബൽ മദമിലും ഇന്ത്യ ഇസ്രായേലിൻ ചെക്ക് പോയിൻറ്റുകൾ ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ സംയുക്തമായി ഇതിനെതിരെ എന്ത് തരത്തിലൊരു തീരുമാനം എടുക്കാമെന്ന് കുറച്ചധികം നാളുകളായിട്ട് ആലോചിച്ച് വരികയായിരുന്നു. അതായത് 2025 ജൂണിൽ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലും ഇസ്രായേൽ തുറമുഖങ്ങളിലേക്കുള്ള യമൻ്റെ കപ്പൽ ഉപരോധവും ഈ ഇന്ത്യൻ ഓഷ്യൻ മേഖല അത്ര സുരക്ഷിതമല്ല എന്ന് ഇസ്രായേലും ഇന്ത്യക്കൊക്കെ ബോധ്യമായ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു മാർഗം കൂടി ഇന്ത്യയും ഇസ്രായേലും കൂടി ചേർന്ന് തയ്യാറാക്കിയത്. അതിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു UAEയും. കാലങ്ങളായി ആഫ്രിക്കൻ മേഖല വലിയ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു ഭൂമിക തന്നെയാണ്. ആദ്യം UKയും പിന്നീട് അമേരിക്കയും റഷ്യയും ഇപ്പോൾ തുർക്കിയും ചൈനയും ഒക്കെ ഇതിൻ്റെ പങ്കാളികളാണ്. തുർക്കിക്കെതിരെ വലിയ താൽപ്പര്യമുണ്ട് എത്യോപ്യയ്ക്ക്. കാരണം അവരുടെ ഒരു സേനാ വിഭാഗത്തെ ഈ മേഖലയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. വലിയ ചൂഷണം തന്നെയാണ് തുർക്കിയും ഈ മേഖലയിൽ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് ഈ മേഖല വലിയ രീതിയിലൊരു സ്വാഗതം അരുളുന്നതും. ഈ മേഖലയിലേക്ക് വരുമ്പോഴേക്കും ആദ്യം അവസാനിപ്പിക്കുന്നതും തുർക്കിയുടെയും ചൈനയുടെയും ഒക്കെ ചൂഷണം തന്നെയാണ്. ഇസ്രായേൽ പ്രദേശം വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ മേഖലയിലെങ്കിലും തന്നെ ആ മേഖലയൊക്കെ സംശുദ്ധീകരിച്ചെടുക്കുവാനായിട്ട് ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെ ഒരു സാന്നിധ്യം വളരെ വലിയ രീതിയിൽ ഉപകരിക്കും എന്ന് ഉറപ്പാണ്. അവരുടെ അഭയാർത്ഥി പ്രശ്നങ്ങൾക്കൊരു താൽക്കാലികമായ പരിഹാരവും ഈ മേഖലയിലേക്ക് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ഉണ്ടാക്കും. അമേരിക്കയും ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ട്. ഇന്ത്യ സുരക്ഷിതമായി അവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പങ്കാളി തന്നെയാണ്, ഒരു സ്വാഭാവികമായ പങ്കാളി. ഇന്ത്യ ആ മേഖലയിൽ എത്തുന്നതോടുകൂടി സൗദിക്കും ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കണം. സൗദിയാണ് ആദ്യം ഈ മേഖലയിൽ ഇന്ത്യ എത്തുന്നത് ഒരു വലിയ ഞെട്ടലോടുകൂടി കാണുന്നത്. കാരണം ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണ് സൗദിക്കുള്ളത്.
ഈ പ്രശ്നത്തെ വലിയ സങ്കീർണമാക്കുന്നത് ചൈനയുടെ ഒരു സാന്നിധ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഏത് രാജ്യങ്ങൾ ഉണ്ടെങ്കിലും എത്യോപ്യയും ഇന്ത്യക്കും ചൈനയ്ക്കും ഒപ്പം നിൽക്കുന്നു. അതൊരു ആഫ്രിക്കൻ രാജ്യം വളരെയധികം ശക്തമായി തന്നെ ഈ മേഖലയിൽ ഇന്ത്യക്കും ഇസ്രായേലിനും UAE-ക്കും ഒപ്പം നിൽക്കുന്നതും സത്യത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള അവിടുത്തെ പ്ലെയേഴ്സിനെല്ലാം തന്നെ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ചൈനയ്ക്ക്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു റൂട്ട് കൃത്യമായി ക്ലിയർ ആക്കുന്നുണ്ട്. ഇന്ത്യ സൗത്ത് കോർപ്പറേഷന് വേണ്ടി വളരെയധികം ശ്രമിച്ച രാജ്യവുമാണ്. ഇന്ത്യയുടെ ഒരു മഹാസാഗർ പ്രോജക്റ്റ് ഇതോടൊപ്പം തന്നെ വിപുലമാകുകയും ചെയ്യുന്നു. ഈ മേഖലയിൽ ഇപ്പോൾ അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, ഈജിപ്തുണ്ട്, തുർക്കിയുണ്ട്. ഇവിടെ ഇന്ത്യ ഇസ്രായേൽ വരുന്നതോടുകൂടി തീർച്ചയായും അമേരിക്കയും ഇന്ത്യക്കും ഇസ്രായേലിനും ഒപ്പമായിരിക്കും. ഈജിപ്തും സ്വാഭാവികമായി ഇങ്ങോട്ട് മാറും. ചൈനയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളിൽ പലതും ഇന്ത്യയോടും ഇസ്രായേലിനോടും അമേരിക്കയ്ക്കൊപ്പം മാറുന്നതോടുകൂടി ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് ഇതോടുകൂടി ഒരു തീരുമാനമാകും എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇത് അവിടെ സൈനികമായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നും ഉറപ്പാണ്. താമസിയാതെ തന്നെ ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും ഒരു സൈനിക താവളം തന്നെ ഈ മേഖലയിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.